അപ്പോൾ ഇന്ന് പഴങ്കഞ്ഞി കുടിക്കാനൊരു മോഹം. അങ്ങനെയാണപ്പോൾ ഇച്ചിരി ഉണക്കമീൻ ചുട്ട് ചന്ത ഇടിച്ച് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് തോന്നി. ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഉണക്കമീൻ ചുടാൻ പോവാണ്. അടുപ്പിൻ്റെ മുകളിലേക്കൊരു ഫോയിൽ പേപ്പർ വയ്ക്കുക. അതിന് ശേഷം തീ കൊടുക്കുക. മീൻ എടുത്ത് വയ്ക്കുക. മീനിനെ വലിയ കഷ്ണവും ചെറിയ കഷ്ണവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഫോയിൽ പേപ്പർ എടുക്കുമ്പോൾ ഇച്ചിരി അളവിൽ കൂടുതൽ എടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും വയ്ക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണേ. ഒരു സൈഡ് തന്നെ വെച്ചുകൊണ്ടിരുന്ന ആ സൈഡ് മാത്രം കരിഞ്ഞു പോകല്ല, മാറ്റി കൊടുക്കണം. ഈ ഫോയിൽ വെക്കാതെ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോഴത്തെ ഗുണം എന്നാ, ഫോയിൽ വെക്കുവാണത്തെ ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പ് വൃത്തികേടാകാതിരിക്കും. നല്ല ഉണക്കമീൻ ചുട്ട മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഫുൾ തീയിലിട്ടത് വെച്ചേക്കല്ലേ, ചെറിയ തീയിലേ വെക്കാവുള്ളൂ. കാരണം ഈ ഫോയിൽ കണ്ടോ, സൈഡിൽ കൂടെ ഫോയിൽ കത്തി വരും. അലുമിനിയം ഫോയിൽ ഇങ്ങനെ നമ്മൾ അടുപ്പിൽ ഡയറക്റ്റ് വരുമ്പോൾ അതിന് സൈഡിൽ നിന്ന് കത്തും. അപ്പം നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണേ. അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ, അതായത് നമ്മുടെ അടുപ്പിൻ്റെ നടുക്കുള്ള ആ കമ്പിയിലുള്ള ചൂടുണ്ടല്ലോ, ആ ചൂടും കൊണ്ട് നന്നായിട്ട് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇത് നന്നായിട്ട് ചുട്ട് കിട്ടും. പക്ഷെ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ ഇതാണ്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ അടുപ്പയിൽ വെക്കുവാണെങ്കിൽ എന്താ പറയുക, ഇച്ചിരി കമ്പിയിൽ വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതുപോലെയുള്ള ഈ നടുഭാഗത്ത് വെച്ച് നമുക്കിങ്ങനെ അമക്കി അതിൻ്റെ കംപ്ലീറ്റ് വെള്ളമോ ഉപ്പ് ഇറങ്ങുമ്പം ചൂടാകുമ്പോഴത്തേന് അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അതൊന്നും കളയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടി കണ്ടോ, ഒട്ടും ഇതില്ല, നല്ല ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഇടിച്ച് ചമ്മന്തിയാക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യട്ടെ. തീ ഓഫ് ചെയ്തു. ഫോയിൽ ഇല്ലാണ്ട് വേണം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അടുപ്പ് പിന്നെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഇത് കണ്ടോ, ഈ കറുത്ത് കിടക്കുന്നല്ല, ഇതിൻ്റെ ഉപ്പെല്ലാം വന്ന് ഉണങ്ങി കിടക്കുന്നതാണ്. ഫോയിലൊന്ന് മാറ്റാം. കമത്തിപ്പം താഴേക്ക് കുറേ പൊടി വീണു. അത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. വേറൊന്നും സംഭവിക്കില്ല. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ തുടച്ചാൽ മാത്രം മതി. ഈ അടുപ്പിനൊന്നും ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ചുട്ടെടുത്ത മീൻ ഇതണ്ടേ, നല്ല ഉണങ്ങി ഇരിക്കുന്ന മീനാണ്. നമുക്ക് എന്നെ ചതച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് കരിയും പൊടിയൊക്കെ കളഞ്ഞു. ഇനി ചതച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞൊരലിലേക്ക് അതിട്ടു. ഉള്ളി, പിന്നെ നാടൻ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കാന്താരി തന്നെ വേണം, ഇല്ലെങ്കിൽ പച്ചമുളകായാലും മതി. ഇതുണ്ടോ, ഞാൻ കാന്താരി 1 വർഷം കഴിഞ്ഞ കാന്താരി കേട്ടോ. ഞാനത് കഴുകി നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന കാന്താരി. നല്ല എരിവ് വേണം ഇടിക്കുക. ചെറുതായിട്ടൊന്ന് ചതച്ചു. നിങ്ങൾക്ക് എന്തേലും ചതയ്ക്കണോ കഷ്ണമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. നോക്കി നമ്മൾ എടുത്തു വെച്ചത് കൊണ്ട് നന്നായിട്ട് ഉണങ്ങി. ഇത് കണ്ടോ, നല്ല കട്ടിയിലായിരിക്കുന്നത്. വേവോ ഇല്ലെന്നുള്ള സംശയമൊന്നും വേണ്ട, വെന്തോളും മതിയാകും. നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി, ചുട്ട് ചതച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിനി പഴങ്കഞ്ഞിയാണല്ലോ, പഴങ്കഞ്ഞിക്കകത്ത് നമ്മൾ ഓരോരുത്തരും, ഞാൻ പലരും കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരുപാട് കറികളൊക്കെ കൂട്ടി കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒന്നും വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. പഴങ്കഞ്ഞി കുടിക്കുന്ന സമയത്ത് നല്ല കഞ്ഞി എടുത്ത് വെക്കുക. തലേദിവസം വെച്ച കഞ്ഞി, ഏറെ വെള്ളം വേണം. വെള്ളം ഒഴിക്കുക, അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടുക. പിന്നെ സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും കാന്താരി മുളകും കൂടെ അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ കഴിക്കുന്നവരത് പൊട്ടിച്ച് ഞെരടി കൂട്ടി അത് കഴിക്കുക എന്നുള്ളതാണ്. ഉപ്പിട്ട് ഇളക്കും. അപ്പം ആവശ്യമുള്ളവർക്ക് മാത്രം അതിലേക്ക് മോരൊഴിച്ച് കൊടുക്കും. നല്ല തണുത്ത മോരൊഴിക്കും. എന്നിട്ട് ഇളക്കി കൊടുക്കും. ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മോരിൻ്റെ അളവ് കൂട്ടും, മുളകിൻ്റെ അളവ് കൂട്ടും. അങ്ങനെയാണ്. ഉപ്പ് പാകത്തിനായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലെ പഴങ്കഞ്ഞി കുടിക്കുന്നത്. ഇതിനകത്ത് വേണ്ടിയത് ഒരു അച്ചാറാണ്. അത് നാരങ്ങ, മാങ്ങ, എന്ത് അച്ചാറായാലും കുഴപ്പമില്ല. പിന്നെ പപ്പടം ചുട്ടത്. അപ്പോൾ നമ്മൾ പപ്പടം ചുട്ടെടുക്കാൻ പോകണേ. ചെറിയ അടുപ്പിൻ്റെ അങ്ങോട്ട് വരണം. അടുപ്പ് മെസ്സിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ആർക്കൊന്നും തോന്നണ്ട. പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ പിടിച്ച് തിരിച്ച് മറിച്ച് വിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പപ്പടമല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് കരി പിടിക്കും. കണ്ടോ? ഓക്കെ, തീ നിർത്താം.
അപ്പോൾ ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ പഴങ്കഞ്ഞി കുടിക്കുക. പിന്നെ ഇതിനകത്ത് മിച്ചം തലേദിവസത്തെ തോരൻ വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ ആ തോരനും കൂടെ കൂട്ടും. അപ്പോൾ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ നമ്മുടെ മീൻ ചമ്മന്തിക്കകത്തോട്ട് ഒഴിക്കുവാണേ. എന്നിട്ട് അങ്ങോട്ടൊന്ന് തിരുമ്മണം. കാരണം കാന്താരി ഉള്ളതുകൊണ്ട് നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വെളിച്ചെണ്ണ ഒഴിക്കാൻ മറക്കണ്ട. എന്തൊരു രുചിയാണെന്നറിയാമോ? നമ്മുടെ ചമ്മന്തി റെഡിയാക്കി, പപ്പടം ചുട്ടെടുത്തു. ഇനി ഒരൽപ്പം നാരങ്ങാച്ചാർ. നാരങ്ങാച്ചാർ നമുക്ക് കഞ്ഞിക്കകത്തോട്ട് തന്നെ ഇടാം കേട്ടോ. അത് സൈഡിൽ വെച്ചൊന്നും അല്ല കൂട്ടുക, കഞ്ഞിയിലേക്ക് ഇട്ട് വെച്ചേക്കും. എന്നിട്ട് കഴിക്കുന്ന ആൾ നാരങ്ങാച്ചാർ കഴിക്കുന്ന ആളതെല്ലാം കൂടെ തിരുമ്മി ഇളക്കി മുളകും പൊട്ടിച്ച് സുഖമായിട്ട് കഴിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു പഴങ്കഞ്ഞി കുടിക്കുക എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയ ആർഭാടത്തോടെയല്ല നമ്മൾ, ഇതാണ് അതിൻ്റേതായ രീതി. പ്രത്യേകിച്ച് തലേദിവസം കള്ളൊക്കെ കുടിച്ചെടുക്കുമ്പോൾ അപ്പായ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു പഴങ്കഞ്ഞിയൊക്കെ രാവിലെ എന്നിട്ട് കുടിക്കാൻ. വയറിൻ്റെ എരിച്ചിലൊക്കെ മാറാനായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പടം. നിങ്ങൾ കണ്ടല്ലോ, കരിഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ, സൂപ്പറായിട്ട് നമുക്ക് എടുക്കാം. ഇത് പൊടിക്കുമ്പോൾ കേട്ടോ, നന്നായിട്ട് ഉണങ്ങി വറുത്ത് വന്നിരിക്കുന്ന, അതായത് വറുത്ത ടേസ്റ്റ് അല്ല, ചുട്ടത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുട്ടെടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വറുത്ത പപ്പടം കൂട്ടുക അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഈ കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ പഴങ്കഞ്ഞി തയ്യാറാക്കി കുടിക്കുക. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെൻ്റെ എല്ലാവർക്കും പഴങ്കഞ്ഞി വീതം വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ എൻ്റെ ഊഴാണ്. ഞാൻ ഇത്രയും കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കാന്താരി മുളകിനെ അതിനകത്തോട്ട് ഞെരടി, ഉള്ളി ഞെരടി, അച്ചാർ കണ്ടോ. പിന്നെ ഇനിയൊരു പിടുത്തം പിടിക്കാം. ഒരിച്ചിരി നമ്മുടെ ഉണക്കമീൻ പിടിക്കട്ടെ. ഓ മൈ ഗോഡ്, എന്താ സ്വാദ്. പപ്പടം